പിന്നെ മങ്കൂസ് മൗലൂദിൻ്റെ അകത്ത് അവിടെ അയാസ്വാന മല്ലീദില്ലദീ സഫ ഹൗലഹു എന്നുള്ള ബൈത്ത്, അത് ഒരു ബിംബത്തിൻ്റെ അരികിൽ വെച്ചിട്ട് ഒരാൾ ജാഹിലിയായ ധരിക്കുന്ന കാലത്തിലുള്ള ഒരാൾ ഉസ്മാൻ ഇബ്നുൽ ഹുവൈർസി എന്ന് പറയുന്ന ആൾ പാടിയ ബൈത്താണത്. അത് ബിംബങ്ങളെ സംബന്ധിച്ച് ബിംബങ്ങളുടെ അടുക്കൽ പോയിട്ട് ബിംബങ്ങളെ സംബന്ധിച്ചിട്ട് അയാൾ പാടിയതാണ്. അപ്പോൾ ആ ബൈത്തുകളുടെ അകത്തെല്ലാം പിന്നെ കഴിഞ്ഞ കാലത്തുള്ളതായിരിക്കുന്ന ഉസ്താദന്മാർ നമ്മുടെ മുൻഗാമികളെല്ലാം അവിടെ ജവാബ് പറയലില്ല. സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫ അൽ മുഖ്താരി ഖൈറുൽ ബരിയത്ത് എന്ന് മൗലിദ് കിതാബിലെല്ലാം എഴുതി കാണാം. അതെല്ലാം ആ രീതിയിലാണത് പാടേണ്ടത് എന്ന അർത്ഥത്തിലാണത്. എന്നല്ലാതെ ആ ബൈത്ത് പറയുന്ന സമയത്തിൻ്റെ അകത്ത് അതിനക്ക് ജവാബ് അങ്ങനെ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും. ഈ ഉസ്താദിന്റെ പേരെനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മങ്കൂസ് മൗലൂദിലെ ഒരു വരി അത് പാടുമ്പോൾ അതിന് ജവാബ് പാടേണ്ടതില്ല. സലാത്തും വ തസ്ലീമും വാസ്കാ തഹിയ്യത്തി എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിപ്പരത്തി പാടുന്ന ആ ഒരു ഭാഗം അത് ആവശ്യമില്ല. കാര്യം അതിന്റെ അർത്ഥം പഴയകാല മൗലൂദ് പാടിയിരുന്ന ആളുകള് അതിന് ജവാബ് പാടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഉസ്താദ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഇത്രയും കാലം നമ്മോട് ഏതെങ്കിലും ഒരു ഉസ്താദ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ ഈ ഒരു ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് പല ആളുകളും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മൗലൂദ് കിതാബുകളില് ഇല്ലാത്ത കഥകളുണ്ട്. പല ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പാടിയ പല കാര്യങ്ങളും കാവ്യങ്ങളും ഒക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് വന്ന സൂഫികളായ സൂഫി ത്വരീഖത്തിന്റെ ആളുകൾ പാടിയ ചില ബെയ്ത്തുകളും പാട്ടുകളും ഒക്കെ അതിലുണ്ട്. അപ്പോ അതൊക്കെ പാടുമ്പോ നിങ്ങൾ ഇങ്ങനെ ജവാബ് പറയാൻ നിൽക്കണ്ട, നിങ്ങളത് പാടാനേ നിൽക്കണ്ട എന്നാണ് ഈ പറയുന്നത്. ഇതുപോലെയുള്ള തുറന്നു പറയലുകള് ജവാബ് ചൊല്ലാൻ പാടില്ല എന്ന് ഇത്ര വലിയ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാതെ മറച്ചു വെച്ചുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ എന്താണ് അതിൽ വരുന്ന യഥാർത്ഥ അർത്ഥം, എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്, നാം പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ കാണിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന അനുഗ്രഹീത പ്രാസംഗികൻ ഈ വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രഭാഷണത്തിനിടയിൽ പറയുന്ന ചില ഭാഗങ്ങളാണ് ഇന്നിവിടെ കാണിക്കുവാനുള്ളത്. ചുഴലി അബ്ദുള്ള മൗലവിയുടെ മകനാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ആ ഒരു ശൈലിയും ആ ഒരു ആർജവവും അദ്ദേഹത്തിനും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഉസ്താദ് പറഞ്ഞ ഈ വിഷയം കൂടുതൽ പറഞ്ഞ് നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. സലാഹുദ്ദീൻ അയ്യൂബി അതിന്റെ യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്, വ്യക്തമാക്കി പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. വീഡിയോയിലേക്ക്. നമ്മുടെ സലാത്തും തസ്ലീമും ജവാബ് പാടിയല്ലോ, കൂലി കിട്ടാനുള്ള ഇതൊക്കെ നാട്ടിലെ ആൾക്കാരും വയസ്സന്മാരും ചെറുപ്പക്കാരൊക്കെ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും പള്ളിയിലെ ഇമാമിനോട് നമ്മുടെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പാടുന്ന പാട്ടല്ലേ ഒന്ന് അർത്ഥം പറഞ്ഞ ഉസ്താദെ ചോദിച്ചോ? അതിന് പിന്നെ നമ്മളെ കുറ്റം പറയാ? നിങ്ങൾ ചോദിക്കാത്തല്ലേ കുഴപ്പം? അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മനസ്സിലാവാത്തത്. ചോദിക്ക്, പഠിക്ക്, അറിയേ. എന്നിട്ട് എന്റെ ചങ്ങാതിമാരെ തെറ്റുകളിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിന്റെ രാജപാതയിലേക്ക് വാ. ഹേ നമ്മുടെ പെരുന്നാളിന്റെ വിഗ്രഹമേ. ഖതീബ് വിളിച്ച അല്ലാഹനെ ഇതിങ്ങനെ വിളിക്കുമ്പോ വയസ്സന്മാരൊക്കെ തലയിക്കറ്റും കെട്ടി കണ്ണൊക്കെ മോലോട്ടാക്കി ഭയങ്കര ഭവ്യത, ഭയഭക്തി. പെണ്ണുങ്കം പുലക്കുന്ന തലയിൽ തട്ടുവിട്ടു. ഖതീബ് പറഞ്ഞ പാട്ടിന്റെ അർത്ഥം ഹേ നമ്മുടെ ഉത്സവത്തിന്റെ ദൈവമേ, ബിംബമേ. അല്ലദീ സഫ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അണിയണിയായി നിന്നിട്ടുണ്ട്. സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി, വിദൂരത്തുള്ളതും അടുത്തുള്ളതുമായ ഒരുപാട് ആരാധകരും പ്രമാണിമാരും നിവേദിത സംഘങ്ങളും വന്ന് നിന്നിട്ടുണ്ട്. ആ സമയത്താണ് തനക്കസ്ത സാഗിറ,
നീ തലയും കുത്തി വീണത്? ബിംബമേ എന്തിനാ നീ വീണത്? ഒന്നെണീച്ച് നിന്നൂടെ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഖറാരിൻ വനൽവി അനിൽ ദംബി. ഇത് ഞാൻ പാടിയ നിങ്ങൾ എന്താ പാടുക? ജവാബ് സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. എന്തിനാ കുഞ്ഞാ കൂടെ കുഞ്ഞാനാ? ഞാൻ വരുമ്പം ചിസ്തി ഇങ്ങനെ ചിരിക്കാ. ഞാൻ ചോദിച്ചാൽ എന്താ ചിസ്തി ചിരിക്കുന്നത്? ഒന്നുമില്ല, അയാൾ ചിരിക്കുന്നത് കണ്ടിട്ടാണ്. ഇങ്ങനെയാ ജവാബ് പറയണ കഴിഞ്ഞ് മുമ്പ് പറഞ്ഞ എന്താന്ന് മനസ്സിലാണ്ടേ? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ? അതിനപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരാളിങ്ങനെ പാടുമ്പോ ജവാബ് അങ്ങനെ പാടിക്കൊടുക്കല. അർത്ഥം എന്താ അറിയോ? ഒറ്റോളൂ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ. ഹേ ബിംബമേ, ഹേ ദൈവമേ, നീ ആരാധകരുടെ മുമ്പിൽ തലകുത്തി വീണത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ, എന്തെങ്കിലും കുരുത്തക്കേടിന്റെ പേരിലാണോ എങ്കിൽ ഫഇന്നനാ, തീർച്ചയായും ഞങ്ങളിതാ നബൂ ബിഖറാരിൻ വനൽവി അനിൽ ദംബി. ദൈവമേ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു. നമ്മളിതാ ഒഴിവാവുകയാണ്. ഇനി ഒരു തെറ്റും ചെയ്യൂല ദൈവമേ. ഒന്നെണീറ്റ് നിന്നാലും. ഖതീബ് പാടി. അപ്പൊ മുസ്ലിമീങ്ങള് കൊള്ളാം. സലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി. കുറ്റക്കാരി മുജാഹിദീങ്ങളോ അല്ല നാട്ടിലെ മറ്റു ഉസ്താദുമാരോ? നിങ്ങൾ പറ. നമ്മളെന്തിനാ ഈ പാവങ്ങളെ ബോംബെറിയുന്നു? നമ്മൾ കുറ്റം ചെയ്തോ? വേണ്ടാത്ത വല്ലതും പറഞ്ഞോ? എന്റെ പൊന്നു ചങ്ങാതിമാരെ, മുസ്ലിമീങ്ങൾക്ക് ആരംഭപ്പൂവിനെ മനസ്സിലാക്കി തരികയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ അബദ്ധമാണ്, ചിർക്കിന്റെ വാക്കല്ലേ. ഏതോ കുസൈ ഗോത്രത്തിന് അമ്പലത്തിലെ പൂജാരി ഓൻ വിളിക്കുന്ന ദൈവത്തിനെ വിളിച്ച് പാടിയ പാട്ട് മെഹ്റാബിൽ പാടി. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലയുടെ പേരിലാണ് ഈ കള്ള വാചകങ്ങള്. ഇതില്ലാത്തതൊന്നല്ല, ഉള്ളത് തന്നെയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ചില ആളുകൾ ബിംബത്തോട് വിഗ്രഹത്തോട് പാടിയ ഈ വാക്കുകൾ ഇതെടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ന് തലേണമ്മ വെള്ളത്തുണി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇത് മലർത്തി വെച്ചിട്ട് അപ്പുറത്ത് ബിരിയാണിയും പത്തിരിയും കോയിറച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ മണവും ശ്വസിച്ചുകൊണ്ട് ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പാടുന്നു. അതിന് ഇതിന്റെ അർത്ഥമൊന്നും അറിയാത്ത കുറെ ആളുകൾ പിന്നിലും മുന്നിലും ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? വട്ടത്തിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ ജവാബും ചൊല്ലുന്നുണ്ട്. എന്നാൽ എന്താണ് അവിടെ പറയുന്നത്? എന്താണ് അതിലെ വരികള്? എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഈ ചൊല്ലുന്നവന് അറിയാത്തവനും ഉണ്ടാവൂട്ടോ. എന്നാൽ അറിയുന്നവനും ഇത് ചൊല്ലിപ്പിക്കുന്നു എന്നുള്ളത് ഇവരുടെ കാശിനോടുള്ള, ഇവരുടെ അന്നത്തോടുള്ള ആർത്തിയാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. സത്യം അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവുമായിരിക്കാം. എന്നാൽ സത്യം അത് സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ പെട്ടില്ലേ എന്നുള്ളതല്ല നാം അംഗീകരിക്കണം, അനുസരിക്കണം എന്നുള്ളതാണ്. അത് അനുസരണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ഭാഗമാണ്. അനുസരണത്തെ കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി പഠിപ്പിച്ച ആയത്തുകൾ എമ്പാടുമുണ്ട്. പക്ഷെ ഒരു ആയത്ത് പോലും നമുക്ക് പഠിപ്പിച്ചു തരാതെ ഇതുപോലെയുള്ള മാല കിതാബുകളും ഇതുപോലെയുള്ള പാള കിതാബുകളും എടുത്തുകൊണ്ട് നമ്മെ പിറകോട്ടടിക്കുകയാണ്, നമ്മെ അധപ്പതനത്തിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള തുറന്നു പറയലുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.